ഭാരതത്തിൽ അദ്ദേഹം അവതരിക്കും. അദ്ദേഹം അത്ഭുത സൃഷ്ടാവും ജ്ഞാനിയും വിജ്ഞാനിയുമായിരിക്കും. അത്ഭുത സേനാനിയായിരിക്കും. ഭാരതം കേന്ദ്രമാകും. ഭാരതം ന്യായാലയമാകും. ഭാരതം ലോക ജേതാവാകും. ഭാരതം ലോക നേതാവുമാകും. അതെ സുഹൃത്തുക്കളെ, ഓരോ ദേശത്തെയും ഓരോ രാജ്യത്തെയും ജനങ്ങൾ സ്വന്തം നാടിന്റെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നത്. തന്റെ രാജ്യം ലോകത്തിന്റെ നെറുകയിലെത്തണമെന്നാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള ഭാവി പ്രവാചകർ പ്രവചിച്ച വർത്തമാനകാലത്ത് സംഭവിച്ചേക്കാവുന്നതായ കാര്യങ്ങൾ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഞങ്ങളുടെ ഈ റിസർച്ചിൽ ആ ഭാവി പ്രവാചകരെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിച്ചവയെല്ലാം 100% സത്യമായി തീർന്ന ഭാവി പ്രവാചകരെ കുറിച്ച്. യഥാർത്ഥത്തിൽ ഈ പ്രവാചകരെല്ലാം അവരുടെ പ്രവചനത്തിൽ ഭാരതം വിശ്വത്തിന്റെ ഗുരുവായി മാറുമെന്നും, ഭാരതം ലോകത്തിൽ ഒന്നാമതെത്തുമെന്നും, ഭാരതം സുപ്രീം പവറായി തീരുമെന്നും, ഭാരതം ലോകത്തിന്റെ അധികാര കേന്ദ്രമാകുമെന്നും, ഭാരതത്തിന്റെ നിഴലിലാകും ലോകമെന്നും പറയുന്നു. ഭാവി പ്രവാചകരുടെ പ്രവചനത്തിൽ ഭാരതീയനായ ഒരു മഹാശക്തിയെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ആ മഹാശക്തി, ആ മഹാപുരുഷൻ ലോകമെമ്പാടും ആധ്യാത്മിക ശാന്തി പരത്തും. ആ ആധ്യാത്മിക ധ്യാനത്താൽ എല്ലാ തിന്മയും ഇല്ലാതെയാകും. അങ്ങനെ ലോകത്തിൽ സമാധാനമുണ്ടാകും. കൂടാതെ 3ാം ലോക മഹായുദ്ധത്തെയും അതില്ലാതാക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ആ ഭാവി പ്രവാചകരുടെ പ്രവചനങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. സമയത്തിനു മുൻപ് സമയത്തിന്റെ ചിത്രം വരച്ചവരുടെ അവയുടെ പ്രതിബിംബങ്ങൾ ഇന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുമുണ്ട്. അതെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. വിചിത്രമായ ചർച്ചയ്ക്ക് കാരണമായ ഒന്നിന്റെ, ലോകത്തിൽ മാനവികതയും ശാന്തിയും പരിപൂർണമാക്കാൻ കാരണമാകുന്ന ഒരു സുഹൃത്ത്. ഭാവി പ്രവാചകരുടെ അഭിപ്രായത്തിൽ ലോക ജനതയിൽ അതിശയകരമായ ഒരു മാറ്റം കാണുവാൻ സാധിക്കും. ആ ആധ്യാത്മിക ശാന്തി മഹാപുരുഷന്റെ പ്രഭാവത്താലാകും സംഭവിക്കുക. ഭൂമിയിലും ആകാശത്തിലും പ്രഭാവം പടർത്തുവാൻ മാത്രം ശക്തിശാലിയായിരിക്കും. ഭാവി പ്രവാചകർ പ്രവചിച്ച കാര്യങ്ങൾ വിശ്വസിക്കാൻ പലർക്കും വളരെ പ്രയാസമാണ്. പറയാറില്ലേ, സത്യം എത്ര നാൾ മൂടിവെച്ചാലും ഒരിക്കൽ മറനീക്കി പുറത്തു വരുമെന്ന്. ഞങ്ങളുടെ ടീം ഈ പ്രവചനത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്നല്ല രണ്ടല്ല നിരവധി ഭാവി പ്രവാചകരുടെ പ്രവചനങ്ങളിൽ ആ മഹാത്മാവിനെ കുറിച്ചുള്ള സൂചനകൾ കണ്ടെത്തി. അതിനുശേഷം ആ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മഹാത്മാവിനെ കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ റിസർച്ചിന് ഒരുപാട് സമയവും കഠിന പരിശ്രമവും ആവശ്യമായിരുന്നു. പക്ഷേ അന്തിമ ഫലം നിരാശാജനകമല്ലായിരുന്നു. കണ്ടെത്തിയ എല്ലാ തെളിവുകളും ഞങ്ങൾ പ്രവചനങ്ങളുമായി കൂട്ടിച്ചേർത്തു. അവ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ടീം ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ലോക ജനതയ്ക്ക് മുൻപിൽ ആ മഹാജ്ഞാനിയെ അവതരിപ്പിക്കുന്നതിനുള്ള സമയമാണ്. ഞങ്ങൾക്ക് ലഭിച്ച അന്തിമ ഫലം കണ്ട് ഞങ്ങളുടെ ടീം പോലും ഞെട്ടിപ്പോയിരുന്നു. ആ സത്യം നിങ്ങളെയും ഞെട്ടിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പാണ്. ഈ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത് സുഹൃത്തുക്കളെ. ആ മഹാജ്ഞാനി നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ആ മഹാജ്ഞാനിയെ നിങ്ങളും തിരിച്ചറിയുക. സുഹൃത്തുക്കളെ, ഒരുപാട് പേർ ഈ ഭാവി പ്രവചനത്തെ തങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പലരിലും സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നു ആ മഹാശക്തി ഓഷോയാണെന്നും, ചിലർ ജയ് ഗുരുദേവ് ശ്രീ തുളസീദാസ് ആണതെന്നും, മറ്റു ചിലർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആ പ്രവചനത്തിൽ സെറ്റ് ചെയ്യുന്നു. കൂടാതെ മറ്റു പലരെയും മഹാശക്തിയായി സങ്കല്പിച്ചു വരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രവചനങ്ങളെല്ലാം കൈ ചൂണ്ടുന്നത് ഏത് മഹാജ്ഞാനിയിലേക്കാണെന്ന് ഞങ്ങളുടെ റിസർച്ചിലൂടെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ആദ്യമായി ചില പ്രധാനപ്പെട്ട ഭാവി പ്രവാചകരുടെ പ്രവചനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. തങ്ങളുടെ അത്ഭുതകരമായ പ്രവചനങ്ങളാൽ വിശ്വവിഖ്യാതരായവരുടെ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഭാവി പ്രവാചകൻ ഇംഗ്ലണ്ടിലെ വില്യം ജോൺ വാർണർ ഹെമോൺ എന്ന കെയ്റോ ആണ്. ലോകത്തെ മികച്ച ഹസ്തരേഖാ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഉജ്ജ്വലമായ ഭാവിയും പ്രവചിച്ച കെയ്റോ ലോകത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കീരോ 1965 എഴുതിയ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു: 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ 2000ത്തിന്റെ അവസാന പകുതിയിൽ ജനിക്കുന്ന മഹാപുരുഷൻ ലോകത്തിൽ ശാന്തിയും സമാധാനവും പരത്തും. ലോകം അവനെ വാഴ്ത്തും. ഭാരതീയനായ വ്യക്തി ലോകം മുഴുവനും ജ്ഞാനം വിതയ്ക്കും. ഇംഗ്ലണ്ടിലെ ഭാവി പ്രവാചകൻ കെയ്റോയുടെ പ്രവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈ സൂചന ലഭിച്ചു. ഏത് വ്യക്തിയിലാണോ ഈ പ്രവചനങ്ങൾ യോജിക്കുന്നത് അദ്ദേഹം 1950 ശേഷം ജനിച്ചയാളായിരിക്കും.
ഇനി നമുക്ക് നോർവേയിലെ ശ്രീ ആനന്ദ ആചാര്യജിയുടെ പ്രവചനം ശ്രദ്ധിക്കാം. അദ്ദേഹം വളരെ അഭിമാനത്തോടെ തന്റെ പ്രവചനത്തിൽ ഭാരതത്തിന്റെ പേര് പരാമർശിച്ചിരിക്കുന്നു. ശ്രീ ആനന്ദ ആചാര്യയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1998 ശേഷം ശക്തിശാലിയായ ഒരു ധാർമ്മിക പ്രസ്ഥാനം ഭാരതത്തിൽ സ്ഥാപിതമാകും. ഇതിലൂടെ ഒരു ഗൃഹസ്ഥനായ വ്യക്തിയുടെ ആചാര സംഹിത ലോകം മുഴുവനും പിന്തുടരും. പതിയെ പതിയെ ഭാരതം വ്യാവസായിക, ധാർമ്മിക, ധനകാര്യ കാര്യങ്ങളിൽ ലോകത്തെ നയിക്കും. ലോകം ഭാരതത്തിന്റെ അധീനതയിലാകും. ആനന്ദ് ആചാര്യജിയുടെ പ്രവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സൂചന കൂടി ലഭിച്ചു. ആ വ്യക്തി ഗൃഹസ്ഥനായിരിക്കുമെന്ന്. സുഹൃത്തുക്കളെ, ഇത് അത്തരത്തിലുള്ളൊരു പ്രവചനമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി നവയുഗത്തെക്കുറിച്ച് പ്രവചിച്ച ഇസ്രയേലിലെ പ്രസിദ്ധനായ ഭാവി പ്രവാചകൻ പ്രൊഫസർ ഹരാർ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. പ്രൊഫസർ ഹരാർ. ഇസ്രായേലിലെ പ്രൊഫസർ ഹരാറിന്റെ അഭിപ്രായത്തിൽ ഭാരതീയനായ ഒരു ദിവ്യ മഹാപുരുഷൻ മാനവ മതാനുയായിയായി 2008 മുൻപ് ലോകത്തിൽ ആധ്യാത്മിക ശാന്തി വിതയ്ക്കും. ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഉൾക്കൊള്ളും. ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണം വരും. അതിനുശേഷം ഭരണം ഒരു മഹാപുരുഷന് കീഴിലായിരിക്കും. അദ്ദേഹം ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസിയായിരിക്കും. ഇനി ഫ്രാൻസിലെ പ്രസിദ്ധരായ ഭാവി പ്രവാചകരിലേക്ക് പോകാം. കൃത്യമായ പ്രവചനങ്ങൾ നമ്മളോട് പ്രവചിച്ചവർ. അവർ പ്രവചിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുമുണ്ട്. നോക്കാം ആരായിരുന്നു ഈ ഭാവി പ്രവാചകരെന്നും എന്താണ് ഇവർ പ്രവചിച്ചത് എന്നും. ആദ്യമായി നമുക്ക് ഫ്രാൻസിലെ മഹാനായ ഭാവി പ്രവാചകൻ ഡോക്ടർ ജൂലെ വാനിലേക്ക് പോകാം. ഡോക്ടർ ജൂലെ വാനിന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ധാർമ്മിക നിരീശ്വരവാദത്തെ പിഴുതെറിഞ്ഞ് ഒരു കൊടുങ്കാറ്റ് പോലെ ആ വ്യക്തി ഈ ലോകം കീഴടക്കും. ആ ഭാരതീയനായ ആധ്യാത്മിക വ്യക്തിയുടെ അനുയായി നോക്കി നിൽക്കെ ആത്മീയ ശക്തിയാൽ ലോകത്ത് ശാന്തി വരുത്തും. ഡോക്ടർ ജൂലെ വാനും ആ മഹാപുരുഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ആ മഹാപുരുഷന്റെ ജനനം ഭാരതത്തിലായിരിക്കുമെന്ന്, കൂടാതെ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രഭാവത്തിലായിരിക്കുമെന്ന്. ഞാൻ നെഞ്ചിൽ തൊട്ട് പറയുന്നു, എന്റെ പ്രവചനങ്ങളെ ആർക്കും തടുക്കുവാൻ സാധിക്കില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് ലോകപ്രശസ്ത ഭാവി പ്രവാചകൻ മിഷേൽ ഡി നോസ്ട്രഡാമസിന്റെ വാക്കുകളാണ്. ഇന്നും നിരവധി പേരുടെ ആരാധനാ പുരുഷനാണ് നോസ്ട്രഡാമസ്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ ഇതുവരെ ആരാലും സാധിച്ചിട്ടില്ല. അദ്ദേഹം എന്തു പറഞ്ഞുവോ അത് തന്നെ സംഭവിച്ചു. നോസ്ട്രഡാമസ് തന്റെ പ്രവചനത്തിൽ വരാൻ പോകുന്ന ഈ മഹത്തായ പരിവർത്തനത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. നോക്കാം അദ്ദേഹം തന്റെ പ്രവചനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. നോസ്ട്രഡാമസ് 1555 തന്റെ ഗ്രന്ഥത്തിന്റെ 10-ാം അധ്യായത്തിൽ 96-ാം ശ്ലോകത്തിൽ ആ മഹാപുരുഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദേശത്താണ് ജന്മം. ദേശത്തിന്റെ പേര് ഒരു സാഗരം, ഹിന്ദു മഹാസാഗർ എന്നായിരിക്കും, അതായത് ഹിന്ദുസ്ഥാൻ. സുഹൃത്തുക്കളെ, ലോകത്തിൽ ഹിന്ദുസ്ഥാൻ മാത്രമാണ് 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത്. സാഗരത്തിന്റെ പേര് സ്വന്തം പേരിൽ ചേരുന്ന ഒരു രാജ്യവും ഹിന്ദുസ്ഥാനാണ്, ഹിന്ദു മഹാസാഗർ. 20-ാം അധ്യായത്തിലെ 25-ാം ശ്ലോകത്തിൽ ആ മഹാത്മാവിന്റെ ജനനം ഹിന്ദുസ്ഥാനിലായിരിക്കുമെന്ന് പറയുന്നു. 5 നദികൾ ഒഴുകുന്ന ദേശത്തായിരിക്കും ആ മഹാത്മാവിന്റെ ജനനമെന്ന് അധ്യായം 1-ലെ 50-ാം ശ്ലോകത്തിലും പറയുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ പഞ്ചാബ് മാത്രമാണ് 5 നദികൾ ഒഴുകുന്ന ഒരേയൊരു സംസ്ഥാനം. ആ പേരുകളും നിങ്ങൾക്ക് മുന്നിലുണ്ട്. നദികളുടെ പേര് സത്ലജ്, ബിയാസ്, രവി, ഝലം, ചെനാബ് എന്നാണ്. നോസ്ട്രഡാമസ് 5-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകത്തിൽ ആ മഹാപുരുഷന് 4 സന്താനങ്ങളുണ്ടെന്ന് പറയുന്നു. 2 പുത്രന്മാരും 2 പുത്രിമാരും. ആ മഹാപുരുഷനെക്കുറിച്ച് 5-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകത്തിൽ നോസ്ട്രഡാമസ് മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവിന് 3 സഹോദരിമാരാണ്. നോസ്ട്രഡാമസ് 6-ാം അധ്യായത്തിലെ 70-ാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നെഞ്ചിൽ തൊട്ടു പറയുന്നു, ആ മഹാപുരുഷൻ നൽകുന്ന ജ്ഞാനം ഇതുവരെയും ആരും കേട്ടിട്ടുണ്ടാവില്ല. ആ ജ്ഞാനം കേട്ട് മഹാന്മാരെന്ന് ധരിച്ചവരെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കും. ഏവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രവചനം ആ മഹാപുരുഷനെ സൂചിപ്പിച്ചുകൊണ്ട് നോസ്ട്രഡാമസ് 1-ാം അധ്യായത്തിലെ 50-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ മഹാപുരുഷനെ ലോകം ദേശദ്രോഹി എന്ന മുദ്രകുത്തി വെറുപ്പോടെ നോക്കുന്ന ഒരു കാലമുണ്ടാകും. പക്ഷേ പിന്നീട് സത്യം മനസ്സിലാക്കി അദ്ദേഹത്തെ അതിയായി സ്നേഹിക്കുന്ന ഒരു സമയം വരും. അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ആദർശപൂർവമായ ചിന്തകളെ ലോകം മുഴുവനും ഏറ്റെടുക്കും. നോസ്ട്രഡാമസ് അധ്യായം 20-ലെ 25-ാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയും: അദ്ദേഹം ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിരിക്കില്ല, അദ്ദേഹം ഹിന്ദു ആയിരിക്കും. 6-ാം അധ്യായത്തിലെ 70-ാം ശ്ലോകത്തിൽ നോസ്ട്രഡാമസ് പറയുന്നു: ആ മഹാത്മാവ് വിശ്വത്തെ നിയന്ത്രിക്കുമെന്ന്, അദ്ദേഹം ലോക ജേതാവായിരിക്കും.
2-ാം അധ്യായത്തിലെ 79-ാം ശ്ലോകത്തിൽ പറയുന്നു, തന്റെ ആത്മീയ പ്രഭാഷണങ്ങളാൽ ഈ കലിയുഗത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന്. അധ്യായം 1-ലെ 50-ാം ശ്ലോകത്തിൽ ആ മഹാപുരുഷന്റെ ജ്ഞാനത്തിനു മുന്നിൽ സർവ്വരാഷ്ട്രങ്ങളും തലകുനിക്കുമെന്ന് പറയുന്നു. ഞാൻ നോസ്ട്രഡമസ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അദ്ദേഹത്തെ അവഗണിക്കരുത്. ആ മഹാപുരുഷനെ ആരാധ്യദേവനായി കണ്ട് അദ്ദേഹത്തെ പൂജിച്ചാൽ നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കും. കാരണം ദൈവതുല്യനായ ആ യഥാർത്ഥ മനുഷ്യൻ ലോകത്തിന്റെ രക്ഷകനായിരിക്കും. പ്രശസ്ത ഭാവി പ്രവാചകൻ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ നിന്ന് ആ മഹാപുരുഷൻ ആരാണെന്നുള്ളതിന്റെ ഏകദേശ രൂപത്തിലേക്ക് ഞങ്ങളെത്തി. ഞങ്ങളുടെ ടീം അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റും നോട്ട് ചെയ്തു, ഞങ്ങളെ ആ മഹത് വ്യക്തിയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ. ഈ പോയിന്റുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ റിസർച്ചിൽ മറ്റ് പ്രവാചകരുടെ പ്രവചനങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. വികസിത രാജ്യമായ അമേരിക്കയിലും ഭാരതത്തെയും ഈ അവതാര പുരുഷനെയും കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് അമേരിക്കയിലെ ഭാവി പ്രവാചകരുടെ പ്രവചനങ്ങൾ നോക്കാം. അതിപ്രകാരമാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സി നഗരത്തിലെ ഭാവി പ്രവാചക ഫ്ലോറൻസ് തന്റെ പ്രവചനങ്ങൾ കൊണ്ട് ലോകപ്രസിദ്ധയാണ്. അവരുടെ പ്രവചനത്തിൽ ഭാരതം എന്നത് പ്രതീക്ഷയുടെ കിരണമാണ്. ഈ പ്രവാചക ആ മഹാപുരുഷനെ കുറിച്ച് നിരവധി രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടാൽ നിങ്ങളും ഞെട്ടുമെന്ന് ഉറപ്പാണ്. അവർ പലപ്പോഴും ധ്യാനത്തിലൂടെ ആ മഹാപുരുഷനെ കണ്ടിട്ടുണ്ടത്രേ. നമുക്ക് നോക്കാം ആ മഹാപുരുഷനെ കുറിച്ച് പ്രവാചക എന്തെല്ലാം രഹസ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. ഭാവി പ്രവാചകയായ ഫ്ലോറൻസ് 1968 തന്റെ പുസ്തകമായ ഗോൾഡൻ ലൈറ്റ് ഓഫ് ന്യൂ എറയിൽ പറയുന്നു, ഞാൻ ധ്യാനത്തിൽ ഒരു മഹാനെ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ തലയിൽ നരച്ച മുടികളുണ്ട്, താടിയും മീശയുമില്ല, വെളുത്ത നിറമുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ നെറുകയിൽ നിന്നും നക്ഷത്രകിരണം പോലെ പ്രകാശം പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തി തന്റെ ക്ഷേമ സിദ്ധാന്തത്തിന്റെയും സത് സ്വഭാവത്തിന്റെയും ശക്തരായ അനുയായികളുടെയും ശക്തിയാൽ ലോകമെമ്പാടും പുതിയ മഹത്വത്തിന്റെ പ്രകാശം പരത്തുകയാണ്. ഈ ലോകത്തെ തന്നെ മാറ്റാനുള്ള ശക്തി അവരിലുണ്ട്. ഞാൻ ആ പവിത്രമായ സ്ഥലത്ത് ഒരു ഉഗ്ര തപസ്വിയെ കാണുന്നു. അദ്ദേഹത്തിൽ നിന്ന് ശക്തമായ തേജസ് പുറത്തു വരുന്നു. മനുഷ്യരിൽ ശാന്തിയുണ്ടാകുവാനും ഭൂമിയെ സ്വർഗമാക്കുവാനും അദ്ദേഹം അഹോരാത്രം അധ്വാനിക്കുന്നു. പ്രവാചക ഫ്ലോറൻസ് പറയുന്നു, ഞാൻ എന്റെ പ്രവചനത്തിലൂടെ ഒരു മഹത്തായ കാര്യം നിങ്ങളോട് പറയുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഭാരതത്തിൽ നിന്ന് ഒരു പ്രകാശം പുറത്തുവരും. ആ പ്രകാശം ലോക മാനവികതയ്ക്ക് ആ ദൈവിക ശക്തിയെക്കുറിച്ച് സൂചന നൽകും. ഇന്നും രഹസ്യമായി നമുക്ക് മുൻപിൽ നിലനിൽക്കുന്ന ഒന്നിനെക്കുറിച്ച്. ആ മഹാപുരുഷനിലൂടെ പ്രകാശം ലോകമെങ്ങും വ്യാപിക്കും. സന്മാർഗത്തിലൂടെ നടക്കാൻ എല്ലാവരെയും അദ്ദേഹം പ്രേരിപ്പിക്കും. ലോകമെങ്ങും ഒരു പുതിയ ചിന്തയുടെ വെളിച്ചം നിറയും. എന്റെ ധ്യാനത്തിൽ ആ മഹാപുരുഷനെ ഞാൻ നിരന്തരം ദർശിക്കാറുണ്ട്. ഫ്ലോറൻസ് നിരവധി തവണ ആ ദിവ്യ പുരുഷനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഉത്തര ഭാരതത്തിലെ ഒരു പവിത്രമായ സ്ഥലത്താണ് അദ്ദേഹം ഉണ്ടാവുകയെന്നും പറയുന്നു. ഭാവി പ്രവാചക ഫ്ലോറൻസിന്റെ പ്രവചനത്തിൽ നിന്ന് ലഭിച്ച സൂചനകളെ കുറിച്ച് ഞങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ചു. കാരണം അവരുടെ പ്രവചനത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു രഹസ്യമുണ്ടായിരുന്നു. ഫ്ലോറൻസിന്റെ പ്രവചനത്തിലുണ്ടായിരുന്ന രഹസ്യം ഞെട്ടിക്കുന്നതായിരുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ആ രഹസ്യം ഞങ്ങളെ വളരെയേറെ സഹായിച്ചു. ഇനി നോക്കാം അമേരിക്കയിലെ മറ്റ് ഭാവി പ്രവാചകർ എന്താണ് പറഞ്ഞതെന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മരണവും നെഹ്റുവിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള പ്രവചനവും നടത്തിയ അമേരിക്കയിലെ മഹാപ്രവാചക ശ്രീമതി ജീൻ ടിക്സനെ കുറിച്ചാണ്. അമേരിക്കയിലെ ഭാവി പ്രവാചകയായ ജീൻ ഡിക്സൺ ഭാവി പ്രവചിക്കുന്നവരിൽ പ്രധാനിയായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ 20-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിനു മുൻപ് ലോകത്ത് ഒരു ഘോര ശബ്ദമുണ്ടാകും. മാനവികതയുടെ ഉന്മൂലനവും സംഭവിക്കും. പ്രത്യയശാസ്ത്ര യുദ്ധത്തിനു ശേഷം ആധ്യാത്മികതയെ അടിസ്ഥാനമാക്കി ഭാരതത്തിലെ ഒരു ഗ്രാമീണ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി അതിന് നേതൃത്വം നൽകും. കൂടാതെ ഈ ലോകത്തു നിന്ന് യുദ്ധത്തെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യും. ജീൻ ടിക്സന്റെ പ്രവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറ്റൊരു സൂചന കൂടി ലഭിച്ചു. ആ മഹാപുരുഷൻ ഗ്രാമീണ കുടുംബത്തിൽ നിന്നായിരിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഭൗതികമായും ആത്മീയമായും രാഷ്ട്രീയമായും അതിവേഗം പുരോഗമിക്കും. സുഹൃത്തുക്കളെ,
നമ്മളിപ്പോൾ ആ മഹാത്മാവിന്റെ അടുത്തെത്തിയിരിക്കുന്നു. അടുത്തതായി 3ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പ്രവചിച്ച അമേരിക്കയുടെ തന്നെ മഹാനായ ഭാവി പ്രവാചകൻ ആൻഡേഴ്സണിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ 100% സത്യമായിട്ടുണ്ട്. വരൂ നോക്കാം. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഭാരതീയ ഗ്രാമത്തിലെ ഒരു ആധ്യാത്മിക വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു ഭാഷ, ഒരു പതാക എന്ന രൂപരേഖയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന സൃഷ്ടിക്കും. അതിലൂടെ ലോകത്തിന് നല്ല പ്രവൃത്തികൾ നൽകുകയും മാനുഷിക സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകൾ നൽകുകയും ചെയ്യും. ആൻഡേഴ്സന്റെ പ്രവചനവും 21ാം നൂറ്റാണ്ടിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മഹത് വ്യക്തി ഒരു മനുഷ്യൻ, ഒരു ഭാഷ, ഒരു പതാക എന്ന രൂപരേഖ നിർമ്മിക്കും. ഇത്രയും സൂചനകൾ ലഭിച്ചിട്ടും ഞങ്ങൾ മറ്റ് ഭാവി പ്രവാചകരുടെ പ്രവചനങ്ങളും തിരഞ്ഞു. അടുത്തതായി ഞങ്ങൾക്ക് ലഭിച്ചത് ഹംഗറിയിലെ ഭാവി പ്രവാചക ബോറിസ്കയുടെ പ്രവചനമാണ്. ഭാവി പ്രവാചകരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബോറിസ്ക. ലോകത്തിന്റെ ഭൂതകാലവും ഭാവി പ്രവർത്തനങ്ങളും സ്ഥലകാല ബോധത്തിലൂടെ കാണാൻ കഴിവുള്ള ഒരു വ്യക്തി. ഹംഗറിയിലെ ജ്യോതിഷിയായ ബോറിസ്കയുടെ അഭിപ്രായത്തിൽ ഈ ആധ്യാത്മിക വ്യക്തിയുടെ അനുയായികളായ വലിയ സംഖ്യയിലുള്ള ചെറിയ ചെറിയ ആളുകൾ ഭൗതികവാദത്തെ ആത്മീയതയാക്കി മാറ്റും. എനിക്കറിയാം, ഇപ്പോൾ ഉറപ്പായും നിങ്ങളുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാവും. എങ്കിലും ധൈര്യമായി നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ റിസർച്ച് മുഴുവൻ കാണുക. നിശ്ചയമായും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് മഹാനായ ഭാവി പ്രവാചകൻ വെജിലന്റിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പലതും നമുക്ക് തീർച്ചയായും വിശ്വസിക്കാൻ പ്രയാസമുള്ളവയാണ്. അവ സംഭവിക്കുമ്പോൾ ഈ ലോകം തന്നെ ഞെട്ടാറുമുണ്ട്. ശ്രീ വെജിലന്റിൻ. ഭാവി പ്രവാചകൻ ശ്രീ വെജിലന്റിന്റെ അഭിപ്രായത്തിൽ 20ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ 1950കളിൽ പരസ്പര സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അഭാവം, യുദ്ധം, രാഷ്ട്രീയ അഴിമതികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടാകും. എന്നാൽ ഭാരതത്തിലുണ്ടാകുന്ന ശാന്തി മൂലം ലോകത്തിലുണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് ആധ്യാത്മിക ശക്തിയിലൂടെ പരിഹാരവുമുണ്ടാകും. പ്രവാചകൻ വെജിലന്റിൻ തന്റെ പ്രവചനത്തിൽ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, ലോകത്തെവിടെയാണോ പരസ്പര സ്നേഹമില്ലാതാകുന്നത് അവിടെ മനുഷ്യത്വവും ഇല്ലാതെയാകും. രാഷ്ട്രീയം അന്യായമായി മാറും. പണമുണ്ടാക്കാൻ മാത്രമുള്ള വ്യഗ്രതയിലാകും മനുഷ്യർ. ലോകം അശാന്തിയുടെ പിടിയിലായിരിക്കും. അപ്പോൾ ആ മഹത് വ്യക്തി തന്റെ ആധ്യാത്മിക ചിന്തകളാൽ ശാന്തി പരത്തും. ഈ മഹാദുരന്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പോകുന്ന ആ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിൽ ശാന്തി പരത്തും. സുഹൃത്തുക്കളെ, പ്രവചനങ്ങളെക്കുറിച്ചുള്ള ഈ റിസർച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചക്രവ്യൂഹം തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഈ യാത്ര ഞങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം ആ മഹാത്മാവ് ഭാരതത്തിൽ നിന്നായിരുന്നു. വിദേശ ഭാവി പ്രവാചകരുടെ ഈ പ്രവചനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച സൂചനകളെല്ലാം പഠിച്ചതിനു ശേഷം ഞങ്ങൾ ഭാരതീയരായ ഭാവി പ്രവാചകരുടെ പ്രവചനങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആദ്യമായി സിഖ് ഗുരു ശ്രീ ഗുരുനാനാക്ക് ദേവ്ജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ജനം സാഖി ബാലേവാഡിയിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൽ ആ മഹാപുരുഷൻ ആരെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നോക്കാം എന്താണ് ആ പ്രവചനമെന്ന്. ജനം സാഖി ബാലേവാഡിയുടെ പ്രസാധകർ ഭായി ജവഹർ സിംഗ് ആൻഡ് കമ്പനി. പുസ്തക് വാല ബാസാർ, മായി സേവ, അമൃത്സർ, പഞ്ചാബാണ്. പുസ്തകത്തിലെ 305-ാം പേജിൽ സന്തോഷദായകമായ ഈ പ്രവചനം എഴുതിയിരിക്കുന്നു. നാനാക്ക് ജി സമാധിയായി 100 വർഷങ്ങൾക്ക് ശേഷം ജാട്ട് സമുദായത്തിൽ പഞ്ചാബിന്റെ മണ്ണിൽ ആ മഹാപുരുഷൻ ജനിക്കും. അദ്ദേഹം കബീർജിയെ പോലെയും ഗുരുനാനാക്കിനെ പോലെയും മഹാനായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തന സ്ഥലം ബർവാല നഗരമായിരിക്കും. സുഹൃത്തുക്കളെ, ജനം സാഖി ബാലേവാഡിയിൽ എഴുതിയിട്ടുള്ള പ്രവചനത്തിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നു. ആ വ്യക്തി ജാട്ട് വംശജനായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ബർവാലയായിരിക്കും. അദ്ദേഹത്തിന്റെ മുഖം നമ്മുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞു. ലോകത്തെ മാറ്റാൻ കഴിവുള്ള ആ വ്യക്തിയുടെ ഇനി അറിയാനുള്ളത് ജാട്ട് വംശത്തിലെ ആ വ്യക്തി ആരായിരിക്കുമെന്നും ആരുടെ പ്രവർത്തന കേന്ദ്രമാണ്
ബർവാലയിൽ ഉള്ളതെന്നുമാണ്. ഇതിനൊപ്പമുള്ള അടുത്ത പ്രവചനത്തിൽ ഞങ്ങൾക്ക് ആ വ്യക്തിയുടെ ജനനത്തെക്കുറിച്ചും അറിയാൻ സാധിച്ചു. ഭാരതത്തിലെ പ്രസിദ്ധനായ സന്യാസി ശ്രീ തുളസീദാസ് ജി ജയ് ഗുരുദേവ് പന്തിന്റെ ആശ്രമം മധുരയിലാണുള്ളത്. അദ്ദേഹം ആ വ്യക്തിയെക്കുറിച്ച് ഭാവി പ്രവചനം മാത്രമല്ല, വർത്തമാനകാലത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അതെ, നിങ്ങൾ കേട്ടത് തികച്ചും ശരിയാണ്. സന്യാസി ശ്രീ തുളസീദാസ് ജി വർത്തമാനകാലത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ആ മഹാപുരുഷൻ ആരെന്നറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ പ്രവചനത്തിലൂടെ ലോകത്തോട് ആ മഹാപുരുഷൻ ജനിച്ചു കഴിഞ്ഞു എന്നറിയിച്ചു. ശ്രീ തുളസീദാസ് ജി എന്ന ജയ് ഗുരുദേവ് ജി 1971 സെപ്റ്റംബർ 7 പുറത്തിറക്കിയ പത്രികയിലെ 50-ാം പേജിൽ പ്രവചിച്ചത് ലോകം കാത്തിരിക്കുന്ന അവതാര പുരുഷന് 38 വയസ്സ് തികഞ്ഞിരിക്കുന്നുവെന്നാണ്. അവന്റെ വിലാസമറിഞ്ഞാൽ ജനം അവന് പിന്നാലെ ചെല്ലും. മുകളിലുള്ളവൻ അതിപ്പോൾ പറയുവാൻ എന്നെ അനുവദിക്കുന്നില്ല. ശരിയായ സമയത്തിനായി നമുക്കിപ്പോൾ കാത്തിരിക്കാം. എല്ലാ മഹാപുരുഷന്മാരും ശരിയായ സമയത്തിനായി കാത്തിരുന്നിട്ടുണ്ട്. സമയമാകുമ്പോൾ എല്ലാവരും എല്ലാം തന്നെ മനസ്സിലാക്കും. ശ്രീ തുളസീദാസ് ജി 1971 ഓഗസ്റ്റ് 28 പറഞ്ഞ പ്രവചനമനുസരിച്ച് മഹാപുരുഷന്റെ ജനനം ഭാരതത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയായി അവൻ മാറും. അവന് ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ടാകും. ഇതുവരെ ആർക്കും ലഭിക്കാത്ത രീതി. ആ മഹാൻ ഭരണഘടന ആദ്യം മുതൽ സൃഷ്ടിക്കും. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകും. ഒരു പതാകയും ഒരു ഭാഷയും നിലവിൽ വരും. ജയ് ഗുരുദേവ് കി അമർവാണി 2-ാം ഭാഗത്തിലെ 50 ജയ് ഗുരുദേവ് കി അമർവാണി 2-ാം ഭാഗത്തിലെ 50 മുതൽ 59-ാം പദത്തിൽ ലേഖിക ദിവ്യ ശർമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അർജൻ പ്രിന്റിംഗ് പ്രസ്, പുരാന ബസ് സ്റ്റാൻഡ്, മധുര എന്ന വിലാസവും കാണും. ഇതിനൊപ്പം മറ്റൊരു പ്രവചനവും ബാബ ജയ് ഗുരുദേവ് തുളസീദാസിലൂടെ പത്രികയുടെ 55-ാം പേജിൽ 1971 ഓഗസ്റ്റ് 28 പുറത്തു വന്നിരുന്നു. തുളസീദാസ് ജി ഉറപ്പിച്ചു പറയുകയാണ് ആ വ്യക്തി ഭൂമിയിലെത്തിയിരിക്കുന്നു. കൂടാതെ 1971 സെപ്റ്റംബർ 7 ആ വ്യക്തിക്ക് 20 വയസ്സായിരിക്കുന്നു. രാജസ്ഥാനിലെ ഭാവി പ്രവാചകൻ ബാബ രാംദേവിനെ അറിയാത്തവരില്ല. അദ്ദേഹം അത്ഭുതമാണ് പ്രവചിച്ചത്. ബാബ രാംദേവ് ജി തന്റെ പുസ്തകമായ ചൗബീസി പ്രമാണിൽ പറയുന്നു, ആ വ്യക്തി ജാട്ട് വംശജനായിരിക്കും, കലിയുഗത്തിന്റെ അന്തകനായിരിക്കും. മറ്റൊരു നാമവും ഉണ്ടാകും. കബീർ ദേവിന്റെ അനുയായിയായിരിക്കും. ആ മഹാൻ 4 വേദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജ്ഞാനം പകരും. അതായത് സൂക്ഷ്മവേദം എല്ലാ ജ്ഞാനത്തിന്റെയും അടിസ്ഥാനമാകും. ആ രക്ഷകൻ ഹരിയാനയിലായിരിക്കും. സുഹൃത്തുക്കളെ, ബാബ രാംദേവ് ജിയും തന്റെ പ്രവചനത്തിൽ ഈ സൂചന നൽകിയിരിക്കുന്നു. ആ വ്യക്തി ജാട്ട് വംശജനായിരിക്കുമെന്ന്, ഹരിയാനയിലായിരിക്കും ജനനമെന്ന്. 4 വേദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജ്ഞാനം പകർന്ന് കബീർ ദേവിന്റെ സ്തുതി പാടുമെന്ന്. കലിയുഗത്തിൽ സത്യയുഗം ദർശിക്കുന്ന യോഗി നാരായൺ ജിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. പക്ഷേ ദക്ഷിണ ഭാരതത്തിലെ ഈ ഭാവി പ്രവാചകൻ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കർണാടകയിലെ യോഗി നാരായൺജി തന്റെ പുസ്തകം ധ്യാൻ ഗ്യാനിൽ ആ മഹാപുരുഷനെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്താൽ സൃഷ്ടിക്കപ്പെടുന്ന രാമരാജ്യത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. യോഗി നാരായൺജിയുടെ പ്രവചനത്തിൽ ദൈവിക ശക്തിയുള്ള ആ മഹാപുരുഷൻ ഈ ലോകത്തിന്റെ ഏകാധിപനാകുമെന്നും പറയുന്നു. എല്ലാവരുടെയും നാഥനാകും. ആ മഹാജ്ഞാനി ഉത്തര ഭാരതീയനായിരിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. അദ്ദേഹത്തിന്റെ ഭരണം ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ നല്ല മഴയും വിളവും ലഭിക്കും. അമിതമായി പണത്തിന് പിന്നാലെ പോകാതെ ജനങ്ങൾ ആത്മക്ഷേമത്തിനും പൊതുക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകും. വർഷങ്ങളായി മാറാത്ത വ്യാധികൾ പൂർവജന്മ പാപങ്ങളാണെന്നാണ് പറയുക. പക്ഷേ അദ്ദേഹത്തിന്റെ മന്ത്രശക്തിയാൽ നിങ്ങൾക്ക് പൂർവജന്മത്തിലെ പാപങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഏത് മാറാവ്യാധിയെയും അത് ഇല്ലാതാക്കും. പ്രവചനം 22 പേജ് നമ്പർ 225. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും കുടിക്കുകയോ ഉപയോഗിക്കുകയോ മാത്രമല്ല, സ്പർശിക്കുന്നത് പോലും നിഷിദ്ധമാകും. ജനങ്ങൾക്കിടയിൽ വിവേചനമുണ്ടാകില്ല. പരസ്പര സ്നേഹത്തോടെ ജീവിക്കും. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആരും സ്വാർത്ഥത കാണിക്കില്ല. പ്രവചനം 23 പേജ് നമ്പർ 229. ഇതിനു മുൻപ് പറഞ്ഞ പ്രവചനത്തിൽ ആ മഹാപുരുഷൻ ലൗകിക ജീവിതത്തോട് താല്പര്യമില്ലാത്തയാളും ആത്മീയതയെക്കുറിച്ച് പൂർണ്ണമായ അറിവുള്ള വ്യക്തിയുമായിരിക്കും. പരമാത്മാവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്നും അദ്ദേഹത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും ധൈര്യത്തോടെ ലോകത്തോട് പറയും.
ശ്വാസോച്ഛ്വാസത്തിന്റെ സഹായത്തോടെ മാത്രം മന്ത്രം ചൊല്ലി ഭക്തി അനുഷ്ഠിക്കുവാൻ ആ മഹാൻ തന്റെ അനുയായികളെ പ്രചോദിപ്പിക്കും. ഇതിൽ മനുഷ്യൻ ശാന്തനായി നിലകൊള്ളും, ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയം നേടും, മനസ്സിന് സമാധാനമുണ്ടാകും, ആത്മാവ് ശാന്തമാകും. സുഹൃത്തുക്കളെ, എല്ലാ ഭാവി പ്രവാചകരുടെയും പ്രവചനങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷം നിരവധി വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു. അവയെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഒരു കടങ്കഥയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് പോലെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞങ്ങൾ എല്ലാ അസാമാന്യ വ്യക്തിത്വങ്ങളിലും പ്രവചനങ്ങൾ ഒത്തുനോക്കാൻ ആരംഭിച്ചു. അത് ഓഷോയാണോ, രാധാസ്വാമി പന്തിന്റെ അനുയായി ശ്രീ ഗുരുവീന്ദർ സിംഗ് ജിയാണോ, സത്പാൽ ജി മഹാരാജാണോ, അതോ ബാൽ യോഗേശ്വർ ആദിയോ? സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന എല്ലാ മഹാവ്യക്തിത്വങ്ങളുമായും ഞങ്ങൾ പ്രവചനങ്ങൾ ഒത്തുനോക്കി. ആധ്യാത്മിക ഗുരുക്കന്മാർ അല്ലെങ്കിൽ മഹാവ്യക്തിത്വങ്ങളിൽ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമായും ഞങ്ങൾ പ്രവചനങ്ങൾ ചേർത്ത് വായിച്ചു. പക്ഷേ ആത്മീയ ഗുരുക്കന്മാരും നേതാക്കളും ഓരോരുത്തരായി പട്ടികയിൽ നിന്ന് പുറത്തായി. അവസാനം ഞങ്ങളുടെ മുന്നിൽ ആ വ്യക്തിത്വമെത്തി. ഒരു മഹാജ്ഞാനി, ഞങ്ങളുടെ ചിന്തയിൽ പോലും കടന്നു വരാത്ത ഒരു വ്യക്തി. അദ്ദേഹത്തിൽ മാത്രമായിരുന്നു എല്ലാ പ്രവചനങ്ങളും ചേർന്നു വന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ആ മഹാപുരുഷനെ ദർശിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുത്തുകൊള്ളൂ. നിങ്ങൾക്കായി അദ്ദേഹത്തിന്റെ ചിത്രം ഞങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ മഹാവ്യക്തി മറ്റാരുമല്ല, ലോകത്തെ മുഴുവൻ സന്യാസിമാരും മഹത് ഗുരു ആചാര്യ ശങ്കരാചാര്യരെ പിന്തുടരുമ്പോൾ എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭക്തി പ്രദാനം ചെയ്യുന്ന മഹാജ്ഞാനി. ഇദ്ദേഹമാണ് ആ മഹത് വ്യക്തി. സ്വദേശികളും വിദേശികളും അടക്കം നിരവധി ഭാവി പ്രവാചകരുടെ പ്രവചനങ്ങളിൽ നിറഞ്ഞത് ഇദ്ദേഹമാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ യാത്രയുടെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അന്തിമഫലം നിങ്ങളെ ഞെട്ടിക്കുമെന്ന്. വിശ്വസിക്കും. സന്ത് രാംപാൽജിയാണ് ആ മഹാപുരുഷൻ. അദ്ദേഹത്തിൽ മാത്രമാണ് പ്രവചനങ്ങളെല്ലാം തന്നെ അണുവിടെ തെറ്റാതെ ഒത്തുചേരുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം ഇനി ഞങ്ങൾ കണ്ടെത്തിയ പ്രവചനങ്ങൾ ഓരോന്നായി സന്ത് രാംപാൽജിയുമായി ചേർത്ത് വെച്ച് നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം. ഞങ്ങളുടെ റിപ്പോർട്ട് ശരിയാണോ തെറ്റാണോ എന്ന്. വരും, നമുക്കാദ്യം ആ അനുഗ്രഹീതമായ പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കാം. ആ മഹാത്മാവ് അവതരിച്ച ഗ്രാമത്തെക്കുറിച്ച്. നോസ്ട്രഡാമസ് പ്രവചിച്ചതനുസരിച്ച് ആ മഹാവ്യക്തി 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് ജനിക്കുക. ദേശത്തിന്റെ പേര് ഒരു സാഗരം, ഹിന്ദു മഹാസാഗർ എന്നായിരിക്കും, അതായത് ഹിന്ദുസ്ഥാൻ. അമേരിക്കയിലെ പ്രവാചകരായ ഫ്ലോറൻസും ജീൻ ഡിക്സണും പ്രവചിച്ചത് പരിസ്ഥിതി വരെ മാറ്റുവാൻ കഴിവുള്ള ആ വ്യക്തി ഉത്തരഭാരതത്തിലെ ഒരു ഗ്രാമീണ കുടുംബാംഗമാണെന്നാണ്. 1971 ഓഗസ്റ്റ് 28-ന് ജയ് ഗുരുദേവ് പന്തിന്റെ പ്രവർത്തകൻ ശ്രീ തുളസീദാസ് ജിയും ആ മഹാപുരുഷനെ കുറിച്ച് സൂചിപ്പിച്ചത് മഹാപുരുഷൻ ഭാരതത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു കഴിഞ്ഞുവെന്നാണ്. അവതാര പുരുഷന്റെ ജനനം ഹരിയാനയിലായിരിക്കുമെന്ന് രാജസ്ഥാനിലെ ബാബ രാംദേവ് രാസയും പ്രവചിച്ചു. ഇതുകൂടാതെ ഇംഗ്ലണ്ടിലെ കീരോയും ഫ്രാൻസിലെ ജുലേവാഡ് തുടങ്ങിയ പ്രവാചകരും ആ മഹത് വ്യക്തിയുടെ ജനനം ഭാരതത്തിലായിരിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. സന്ത് രാംപാൽജിയുടെ ജനനം ഹരിയാനയിലെ സോനിപത് ജില്ലയിലെ ചെറിയ ഗ്രാമമായ ധാനാനയിൽ, മുൻപ് പഞ്ചാബിന്റെ ഭാഗമായിരുന്ന അവിടെ ഒരു ഗ്രാമീണ കുടുംബത്തിലാണ് നടന്നത്. ഇംഗ്ലണ്ടിലെ പ്രവാചകനായ കീരോ ആ വ്യക്തിയുടെ ജനനം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ 2000-ന്റെ അവസാന പകുതിയിൽ 1950-ന് ശേഷം നടക്കുമെന്ന് പ്രവചിച്ചിരുന്നു. കൂടാതെ തുളസീദാസ് ജി എന്ന ഉദയ്വീർ സിംഗും 1971 സെപ്റ്റംബർ 7-ന് പ്രവചിച്ചത് ആ മഹാവ്യക്തിക്ക് 20 വയസ്സ് പൂർത്തിയായിരിക്കുന്നുവെന്നാണ്. സന്ത് രാംപാൽജിയുടെ ജനനം 1951 സെപ്റ്റംബർ 8-ന്, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് നടന്നത്. തുളസീദാസ് ജിയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1971 സെപ്റ്റംബർ 7-ന് സന്ത് രാംപാൽജിക്ക് 20 വയസ്സ് പൂർത്തിയായിരുന്നു. ഫ്രാൻസിലെ മഹാനായ ഭാവി പ്രവാചകൻ നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിൽ അദ്ദേഹം ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല, ഹിന്ദു ആയിരിക്കും. ഈ പ്രവചനത്തിന്റെ പ്രവചനം ജനംസാഖി ഭായി ബാലേവാഡിയിലും കാണും. എന്തെന്നാൽ ആ വ്യക്തി ജാട്ട് വംശജനായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ബർവാല ആയിരിക്കും. ബാബ രാംദേവ് ജി തന്റെ പ്രവചനത്തിൽ ആ വ്യക്തി ജാട്ട് വംശജനായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വേദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജ്ഞാനം പകർന്ന കബീർ ദേവിന്റെ സ്തുതി പാടുമെന്ന്. ലോകത്തിൽ ജാട്ട് വംശജനും ഹിന്ദുവുമായ ഒരേ ഒരു ആചാര്യൻ
സന്ത് രാംപാൽജി മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ക്ഷേത്രമാകട്ടെ ഹരിയാന ബർവാലയിലുള്ള സത്ലോക് ആശ്രമമാണ്. അദ്ദേഹം എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാനത്തിൽ കബീർ ദേവ്ജിയെ സ്തുതിക്കുന്നു. നോസ്ട്രഡമസിന്റെ പ്രവചനത്തിൽ ആ മഹാപുരുഷന് 4 സന്താനങ്ങളുണ്ടാകും. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് 3 സഹോദരിമാരും. ഇവിടെ നോർവേയിലെ ആനന്ദാചാര്യജിയും അത് പറഞ്ഞിരിക്കുന്നു. ആ മഹത് വ്യക്തി ഒരു ഗൃഹസ്ഥനായിരിക്കുമെന്ന്. ഈ പ്രവചനവും സന്ത് രാംപാൽജിയുമായി ചേർന്ന് പോകുന്നതാണ്. സന്ത് രാംപാൽജിയുടെ അമ്മയ്ക്ക് 3 സഹോദരിമാരാണ്. ഇത് ഉറപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് മുന്നിലേക്ക് സന്ത് രാംപാൽജിയുടെ അമ്മയുടെ വീഡിയോ സമർപ്പിക്കുന്നു. അമ്മേ, എന്താണ് അമ്മയുടെ പേര്? ഇന്ദ്രാദേവി. അമ്മേ, അമ്മയുടെ ഗ്രാമം എവിടെയാണ്? ദംഖൻഖേഡി. അമ്മേ, അമ്മയ്ക്ക് എത്ര സഹോദരന്മാരുണ്ട്? 6 പേർ. 3 സഹോദരി 3 സഹോദരൻ. അമ്മേ, അമ്മയുടെ 3 സഹോദരിമാരുടെ പേരെന്താണ്? മുതിർന്നത് ലക്ഷ്മി, ഞാൻ ഇന്ദ്രാദേവി, ഇളയത് പ്യാരി. സന്ത് രാംപാൽ മഹാരാജിക്ക് 4 സന്താനങ്ങളാണുള്ളത്. 2 പുത്രന്മാരും 2 പുത്രിമാരും. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഭാവി പ്രവാചക ഫ്ലോറൻസ് പ്രവചിച്ചത് ആ വ്യക്തി വെളുത്ത നിറമുള്ളയാളും തലയിൽ വെളുത്ത മുടികളുള്ള താടിയും മീശയും ഇല്ലാത്ത ആളുമാണെന്നാണ്. ഈ പ്രവചനങ്ങളെല്ലാം നിങ്ങൾക്കും തീർച്ചയായും ഒത്തുനോക്കുവാൻ സാധിക്കുന്നതാണ്. സന്ത് രാംപാൽജി വെളുത്ത നിറമുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ തലയിൽ വെളുത്ത മുടികളുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് താടിയോ മീശയോ ഇല്ല. ഫ്രാൻസിലെ ഭാവി പ്രവാചകൻ നോസ്ട്രഡമസ് ഇങ്ങനെയും പ്രവചിച്ചിരുന്നു. പ്രാരംഭത്തിൽ ലോകം ആ മഹത് വ്യക്തിയെ ദേശദ്രോഹി അല്ലെങ്കിൽ രാജ്യദ്രോഹി എന്ന് കരുതി വെറുക്കുകയും പിന്നീട് സത്യം മനസ്സിലാക്കിയ ശേഷം വളരെയധികം സ്നേഹിക്കുമെന്നും. സുഹൃത്തുക്കളെ, 2014 സന്ത് രാംപാൽജിയെ ദേശദ്രോഹിയായി മുദ്രകുത്തി കള്ളക്കേസിൽ കുടുക്കിയിരുന്നു. പക്ഷേ ഇന്ന് സന്ത് രാംപാൽജിയെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. ഭാവി പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അമേരിക്കയിലെ ഭാവി പ്രവാചകൻ ആൻഡേഴ്സൺ പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിൽ ഭാരതീയ ഗ്രാമത്തിൽ ഒരു ആധ്യാത്മിക വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു ഭാഷ, ഒരു പതാക എന്ന ഭരണഘടന സൃഷ്ടിക്കും. യോഗി നാരായൺജി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും കുടിക്കുകയോ ഉപയോഗിക്കുകയോ മാത്രമല്ല, സ്പർശിക്കുന്നത് പോലും നിഷിദ്ധമാകും. ജനങ്ങൾക്കിടയിൽ വിവേചനമുണ്ടാകില്ല. പരസ്പര സ്നേഹത്തോടെ ജീവിക്കും. കുംഭജ്ഞാനി ശ്വാസത്തിന്റെ സഹായത്തോടെ മന്ത്രം ചൊല്ലി ഭക്തി അനുഷ്ഠിക്കുവാൻ ആ മഹാൻ തന്റെ അനുയായികളെ പഠിപ്പിക്കും. പരമാത്മാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അദ്ദേഹം ലോകത്തോട് പറയും. സുഹൃത്തുക്കളെ, സന്ത് രാംപാൽജി ശ്വാസനിശ്വാസത്തിന്റെ ക്രിയ ചെയ്യിപ്പിച്ചുകൊണ്ട് പരമാത്മാവിനെ പൂജിക്കാൻ മാത്രമാണ് പറയുക. സന്ത് രാംപാൽജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ലഹരി പദാർത്ഥങ്ങൾ സ്പർശിക്കാറ് പോലുമില്ല. കൂടാതെ ജാതിമത വ്യത്യാസത്തിന്റെ പേരിൽ തർക്കവും ഉണ്ടാക്കാറില്ല. കാരണം സന്ത് രാംപാൽജി പറയുന്നു, ജീവരാശിയാണ് നമ്മുടെ വംശം, മാനവികതയാണ് നമ്മുടെ മതം. ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ എന്നിങ്ങനെ വ്യത്യസ്തമായ മതങ്ങളില്ല. അമേരിക്കയിലെ ഭാവി പ്രവാചക ഫ്ലോറൻസ് പറയുന്നു, ആ വ്യക്തി തന്റെ ക്ഷേമ സിദ്ധാന്തത്തിന്റെയും സത് സ്വഭാവത്തിന്റെയും ശക്തരായ അനുയായികളുടെയും ശക്തിയാൽ ലോകമെമ്പാടും പുതിയ മഹത്വത്തിന്റെ പ്രകാശം പരത്തുകയാണ്. ഫ്രാൻസിലെ ഭാവി പ്രവാചകൻ ഡോക്ടർ ജുലേമാനിന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ധാർമ്മിക നിരീശ്വരവാദത്തെ പിഴുതെറിഞ്ഞ ഒരു കൊടുങ്കാറ്റ് പോലെ ലോകത്തെ മുഴുവനും കീഴടക്കും. ആ ഭാരതീയ മഹാൻ ആധ്യാത്മിക വ്യക്തിയുടെ അനുയായി നോക്കി നിൽക്കെ ആത്മീയ ശക്തിയാൽ ലോകത്ത് ശാന്തി വരുത്തും. ഫ്രാൻസിലെ ഭാവി പ്രവാചകൻ നോസ്ട്രഡമസ് 1503 മുതൽ 1566 കാലഘട്ടത്തിൽ പറഞ്ഞത്, ഞാൻ നെഞ്ചിൽ തൊട്ട് പറയുന്നു, ആ മഹാപുരുഷൻ നൽകുന്ന ജ്ഞാനം ഇതുവരെയും ആരും കേട്ടിട്ടുണ്ടാകില്ല. ആ ജ്ഞാനം കേട്ട് മഹാന്മാരെന്ന് ധരിച്ചവരെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുമെന്നാണ്. ഈ പ്രവചനങ്ങളെല്ലാം തന്നെ സന്ത് രാംപാൽജിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാം. അതിന് കാരണം അദ്ദേഹത്തിന്റെ അനുയായികളായിരുന്നു. സുഹൃത്തുക്കളെ, സന്ത് രാംപാൽജിയുടെ അനുയായികൾക്ക് തന്റെ ഗുരുദേവനിൽ നിന്ന് പകർന്നു ലഭിച്ച ജ്ഞാനം ജന്മജന്മാന്തരങ്ങൾക്കപ്പുറവും നിലനിൽക്കുവാനായി വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയവയുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇന്റർനാഷണൽ TV ചാനൽ, പുസ്തകങ്ങൾ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയും ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. സന്ത് രാംപാൽജി പകർന്നു നൽകിയ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ സന്ത് രാംപാൽജി നിരവധി ധർമ്മ ഗുരുക്കന്മാർക്കും ആചാര്യ ശങ്കരാചാര്യന്മാരുമായി ആധ്യാത്മിക ചർച്ചയിൽ ഏർപ്പെട്ടു. അത് കണ്ടതിനു ശേഷം ഞങ്ങൾക്ക് തോന്നിയത്, പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ രാംപാൽജിക്ക് മുന്നിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനം കേട്ടതിനു ശേഷം ഏതെങ്കിലും ഒരു ദിവസം വിദ്വാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുരുക്കന്മാർക്ക് തലകുനിക്കേണ്ടി വരികയെന്നാണ്. ഇവരെല്ലാം തന്നെ സന്ത് രാംപാൽജിയുമായി നടത്തിയ ജ്ഞാന ചർച്ചയിൽ പരാജിതരായിരുന്നു. സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ തന്നെ ഇത്ര വലിയ ഒരു കടങ്കഥയ്ക്ക് ഉത്തരം നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ്.
വിശ്വസിക്കാം, സന്ത് രാംപാൽജി തന്നെയാണ് ആ മഹത് വ്യക്തി. ഭൂമിയെ സ്വർഗതുല്യമാക്കാൻ അഹോരാത്രം അദ്ദേഹം പ്രയത്നിക്കുകയാണ്. ബാർവേ പന്ത് പ്രഗഡ് ഹോ ബാനി. കബീർദാസ് പറയുന്നു, എൻ്റെ മഹത്വത്തിൻ്റെ ശബ്ദം, എൻ്റെ ലീലയുടെ ശബ്ദം വീണ്ടും പ്രത്യക്ഷപ്പെടും. ശബ്ദ് ഹമാരേക്ക് നിർണയി ഠാനി. ബാർവേ പന്ത് പ്രഗഡ് ഹോ ബാനി. ശബ്ദം അത് കാറ്റാണ്, കാറ്റെന്നാണ് അർത്ഥം. പിന്നെ എല്ലാം എൻ്റെ നിർണയമാണ്. അസ്ഥിർ ഖർഖ മരം ന പാവേ എ ബാർ പന്ത് ഹമീക്കോ ധാവേ. 12ാം ശാഖയിൽ പറയുന്നു, വാക്കാണ് നമ്മുടെ തീരുമാനം. അടിത്തറയില്ലാത്ത ഗൃഹത്തിലെ അശാന്തി പരിഹരിക്കാൻ കഴിയില്ല. ഇത്തവണ നിങ്ങളുടെ ശ്രദ്ധ എന്നിലായിരിക്കണം. കബീർദാസ് പന്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ഉൾക്കൊള്ളിടാത്തിടത്തോളം കാലം സത്യലോകം നേടാൻ നിങ്ങൾക്കാവില്ല. അതിനുശേഷം പറയുന്നു, ബാർവേ പന്ത് ഹമരി ചലി ആവേ. കബീർദാസ് പറയുന്നു, ഒരിക്കൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്ന്. കൂടാതെ സബ് പന്ത് മിട്ട് ഏക് ഹി പന്ത് ചലാവേ. എല്ലാ വഴികളും ഒരിടത്ത് വന്നു ചേരുന്നു, മറ്റു വഴികൾ അപ്രത്യക്ഷമാകുന്നു. ഒടുവിൽ എല്ലാവരും ഒന്നിൽ മാത്രം വിശ്വസിക്കുന്നു. എല്ലാ വഴികളും അപ്രത്യക്ഷമാകുന്നു, ഒരു വഴിയായി സംഗമിക്കുന്നു. കലിയുഗത്തിലെ ഭഗവാൻ 3ആയി വിഭജിച്ചതായി പറയപ്പെടുന്നു. പ്രഥം ചരൺ കലിയുഗ നിര്യാണ, തബ് മകർ മാണ്ടോ മൈതാന. കലിയുഗത്തിലെ ആദ്യ ദശയിൽ ഞാൻ ശരീരത്തിൽ നിന്ന് പുറപ്പെടും. എപ്പോൾ 2ാം ഘട്ടം സംഭവിക്കുമെന്ന് നോക്കാം. അതായത് 5505 വർഷങ്ങൾക്ക് ശേഷം. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. 5505 മഴ പെയ്യുമ്പോൾ എൻ്റെ ഈ ശുദ്ധമായ വാക്കുകൾ സത്യമാകും. 5505 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വാക്കുകൾ സത്യമാകും. ഇതാണ് കബീർ സാഗർ. ഇതിൽ സ്വസംബോധ് എന്നൊരു അധ്യായമുണ്ട്. ഖണ്ഡം ബോധസാഗര ഖണ്ഡം, പേജ് 170. ഇവിടെ കാണുക, സന്ത് കബീർ വാക്യങ്ങൾ എന്നാൽ പരമാത്മാവിൻ്റെ വാക്യങ്ങൾ എന്നാണ്. നമ്മൾക്ക് വേണ്ടത് ഇതാ ഇവിടെയുണ്ട്. ഇതാ പേജ് 171. സ്വസംവേദബോധ്, സ്വസംവേദബോധ്. ഇവിടെ എഴുതിയിരിക്കുന്നു, 500 और 500, 500 और 500 जब कलियुग बीत जाए, महापुरुष भरमान तब जग धारने को आए. 500 और 500 जब कलियुग बीत जाए, महापुरुष फरमान तब जग तारने को आए. 500 और 500 അർത്ഥമാക്കുന്നത് 5505 കലിയുഗത്തിൽ മഹാപുരുഷൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ജന്മമെടുക്കും. 5500 കലിയുഗത്തിന് അന്ത്യം കുറിക്കുവാൻ, ലോകത്തെ രക്ഷിക്കാൻ ഒരു മഹാപുരുഷൻ വരും. അവന്റെ പക്കൽ ശരിയായ ഉത്തരമുണ്ട്. 500 और 500 അർത്ഥമാക്കുന്നത് 5505 വർഷം കഴിയുമ്പോൾ കലിയുഗത്തിൽ മഹാപുരുഷൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ജന്മമെടുക്കും. 5500 കലിയുഗത്തിന് അന്ത്യം കുറിക്കുവാൻ, ലോകത്തെ രക്ഷിക്കാൻ ഒരു മഹാപുരുഷൻ വരും. അവൻ്റെ പക്കൽ ശരിയായ പ്രമാണമുണ്ട്. പ്രമാണമെന്നാൽ മന്ത്രങ്ങൾ. ഹിന്ദുക്കളും തുർക്കികളും എല്ലാവരും, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒന്നായി മാറും. ഹിന്ദു മുസ്ലിം വ്യത്യസ്തനാകുകയും നിരവധി മതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ, അതായത് ഇസൈ സിഖ് എന്നാൽ എല്ലാ ജീവജാലങ്ങളും ജഹാൻ സത്നാമ കെ സഖ് ഗയി. നിർവാണം എന്നാൽ മോക്ഷം എന്നാണ്. മോക്ഷപദം പ്രാപിക്കുന്ന എല്ലാവർക്കും സത്യലോകം ലഭിക്കും. ഈ മഹാപുരുഷനാൽ കബീർ വാണിയിൽ ദൈവം പറഞ്ഞത് എങ്ങനെയാണ്? എല്ലാ മാർഗങ്ങളും മാഞ്ഞു പോകും, ഒരു മാർഗം ബാക്കിയാകും. യഥാ സരിദ്ഗൻ ആപഹി മിലേ സിന്ധു മേധായ്, സത്യ സുഹൃത കെ മധ്യേ തിമി സഭി പാന്ത് സമയ്. സരിദ്ഗണ എന്നാൽ നദികൾ, സരിതാഗണ എന്നാൽ നാരി, നാരീ നദി. അപാഹി ആ സമുദ്രത്തിൽ നിന്ന്, ധായ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ നദികൾ കടലിൽ ഒന്നിച്ചു കൂടിച്ചേരും. എങ്ങനെയാണ് സത്പുരുഷിൽ എല്ലാവരും ഒന്നാകുന്നത്? എല്ലാവരും ഒന്നായി മാറും. പരമാത്മാ ധർമ്മദാസ് എന്താണ് പറയുന്നത്? സ്വസം വേദിൽ എന്താണ് പറയുന്നത്? ജബ് ലഗി പൂരൻ ഹോയ് നഹി ടീക്കേ ഖോ തിഥി വാർ.
ഈ ടീക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വ്യാപാരിയുടെ പക്കൽ നിന്നും ഒരാൾ ഒരു പോത്തിനെ വാങ്ങി, പക്ഷേ പണം കൊടുത്തില്ല. പണം പിന്നീട് നൽകുമെന്ന് അയാൾ കരുതി. പക്ഷേ വളരെ നാളായിട്ടും പണം നൽകിയില്ല. പിന്നെ തരാം എന്ന് പറയുന്നു. പക്ഷേ നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു, പണം കൊടുക്കുന്നില്ല. ഇതുപോലെ ഞാൻ പറയുന്ന സത്യമായ വാക്കുകൾ കൃത്യമായ സമയം വരുമ്പോൾ, അതായത് ധർമ്മദാസന്റെ കാലം വരെ സ്വസംവേദത്തിൽ എഴുതിയിരിക്കുന്ന എൻ്റെ വാക്കുകൾ അത് കപടവിശ്വാസികൾ അടിസ്ഥാനരഹിതമാണെന്ന് ചിന്തിക്കും. എന്നാൽ ശരിയായ സമയം വരുമ്പോൾ നിങ്ങളത് കണ്ടെത്തും. ഇനി നോക്കൂ, ജബ് ലഗി പൂരൻ ഹോയ് നഹി തീഖേ കോ തിഥി വാർ കാബത് ചാതുരി തഭിലോ സ്വസംവേദ് നിർധാർ. ഇതുവരെ ഞാൻ സ്വസംവേദത്തിൽ പറഞ്ഞ വാക്കുകൾ ഗുപ്തജ്ഞാനം എന്നാണ് പറയപ്പെടുന്നത്. സ്വസംവേദ് എന്നാൽ ഗുപ്തജ്ഞാനം. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ജബ് ലഗി പൂരൻ ഹോയ് നഹി തീഖേ കോ തിഥി വാർ. പീക്ക് എന്നാൽ ശരിയായ സമയം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ശരിയായ സമയം വരണം എന്നാണ്. ഈ ഗുണപരമായ അറിവ് അടിസ്ഥാനരഹിതമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. സമയം വരുമ്പോൾ ശരിയായ സമയം ടീക്കാദിൻ അന്ത്. പിന്നീട് എന്ത് സംഭവിക്കും? സബ് ഹി നാരി നർ ശുദ്ധ്. എല്ലാവരും കാപട്യങ്ങൾ ഉപേക്ഷിക്കും. നരനും നാരിയും കാപട്യങ്ങൾ ഉപേക്ഷിക്കും. അപ്പോൾ ശരിയായ സമയം വരും. കാപട്ട് ചാതുരി സ്വദേവേ ശരൺ കബീർ ഗഹാന്ത്. എല്ലാം ഒന്നാണ് എന്ന് ദൈവം എഴുതിയിരിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാവരും ഒന്നാണെന്ന്. ഏക് അനേക് നാ ഹായ് ഗയേ പുനി അനേക് ഹോ ഏക്. ഹാൻസ് ചലേ സത്ലോക് സബ് സത്യനാം കി തേക്. കാലം പലരാക്കി വിഭജിച്ചു. ഹിന്ദു, മുസൽമാൻ, സിഖ്, ക്രിസ്ത്യൻ എന്നിങ്ങനെ നിരവധി മതവിഭാഗങ്ങളുണ്ടായി. ഈ മതങ്ങൾ പന്തയം വെച്ചു. അവർ പറയുന്നു, എങ്ങനെയാണോ നമ്മൾ ഒരാളിൽ നിന്ന് പലരായി മാറിയത്, അതുപോലെ പലരിൽ നിന്ന് നമ്മൾ ഒന്നായി മാറും. പുനി അനേക് ഹോ ഏക് ഹാൻസ് ചലേ സത്ലോക് സബ് സത്യനാം കി തേക്. എല്ലാവരും തന്നെ സത്ലോകിൽ എത്തിച്ചേരും. ഇതിനു മുൻപ് ഭഗവാൻ രാധാസ്വാമി കാലത്തിൽ മറഞ്ഞിരിക്കുന്ന സത്ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ തന്നെയാണ് ഈ സത്ലോകം ഒളിപ്പിച്ചതും. ഇതിൽ ഈ മന്ത്രം നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു. ഇതിലൂടെ എല്ലാവർക്കും മോക്ഷം ലഭിക്കും. പ്രപഞ്ചത്തിൽ സമാധാനം വരും. നോക്കൂ, എന്തൊരു അത്ഭുതമാണെന്ന്. ഘർ ഘർ ബോധ് വിചാർ ഹോ. എന്റെ വാക്കുകൾ എല്ലാ വീടുകളിലും ചർച്ചാ വിഷയമാകും. ഒപ്പം ദുർമതി ദൂർ ബഹായേ. എല്ലാ ദോഷങ്ങളും നീങ്ങും. അത്യാഗ്രഹം, ഭ്രമം ഒക്കെ നീങ്ങും. കൈക്കൂലി വാങ്ങൽ, വഴക്കുകൾ, എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും. കലിയുഗമേ ഏക് ഹേ സോയി ബർത്തേ സഹജ സുഭായ്. കലിയുഗത്തിന്റെ 5568 വർഷങ്ങൾ 2000 അവസാനിച്ചു. 5505 എന്താണെന്ന് കാണാൻ ഇപ്പോൾ നമുക്ക് തിരികെ പോകാം. 1997 കലിയുഗത്തിന്റെ 5505 വർഷങ്ങൾ അവസാനിച്ചു. 1999 5507, 1998 5508, 1997 കലിയുഗത്തിന്റെ 5505 വർഷങ്ങൾ കടന്നുപോയി. ആ സമയത്ത് 1997 ഈ ദാസൻ 10 മണിക്ക് ശുക്ലപക്ഷ ദിനത്തിൽ 1997 പരമാത്മാവ് വീണ്ടും ഈ ദാസനെ കണ്ടുമുട്ടി. എന്നിട്ടവൻ കൽപ്പന നൽകി, സത്നാമത്തിന്റെ പേര് പ്രചരിപ്പിക്കാനുള്ള സമയമാണ്. എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആരോടും പറയരുത് എന്നെ ദർശിച്ച കാര്യം. പക്ഷേ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഞാനത് ഇപ്പോൾ കാണിക്കാം. ഈ പുസ്തകത്തിന്റെ പേര് ആധ്യാത്മിക് ജ്ഞാൻ ഗംഗ എന്നാണ്. ഇത് 2009 പ്രസിദ്ധീകരിച്ചു. 2005 ദാസന് മറ്റൊരു പുസ്തകം എഴുതിയിരുന്നു, ഭക്തി ഓർ ഭഗവാൻ എന്ന ദർശന ഗ്രന്ഥം രചിച്ചു. ഇനി ഇതൊന്ന് നോക്കൂ, ആത്മീയ അറിവിന്റെ ഗംഗ. ഈ ദാസനാണ് ഇത് രചിച്ചത്.
എല്ലാ ഗ്രന്ഥങ്ങളെയും അടിസ്ഥാനമാക്കി അദ്ദേഹം ഈ പുസ്തകം രചിച്ചു. പേജ് നമ്പർ 536 ഇത് ആധ്യാത്മിക് ജ്ഞാൻ ഗംഗയാണ്. യഥാർത്ഥ കബീർ പന്തിന്റെ ആമുഖം പേജ് നമ്പർ 538. മുച്ച്ദാസ് രാംപാൽ ദാസിനെ പരമേശ്വർ കബീർ സാഹിബ് ജി സമ്പത് 2054 1997 മാർച്ച് 1 പകൽ 10 മണിക്ക് സന്ധിച്ചു. അടുത്ത ഉത്തരവ് വരുമെന്ന് സൂചിപ്പിക്കുന്ന സരസബ്ദയുടെ യഥാർത്ഥ കഥ അവതരിപ്പിക്കാനുള്ള ശരിയായ സമയം വരുന്നുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ശരിയായ സമയമായിട്ടില്ലെന്നും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ കൂടിക്കാഴ്ച രഹസ്യമായി സൂക്ഷിക്കാനും അവർ പറഞ്ഞു. ഞാൻ എന്നെ തന്നെ കണ്ടുമുട്ടി. വിശ്വാസികളെ, അതിനാൽ പുണ്യദാസൻ കലിയുഗത്തിലെ 5505 വർഷങ്ങൾ എഴുതിയത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. വീണ്ടും കണക്കുകൂട്ടി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഈ മാർഗം നമുക്കായി അയച്ചത് ഭഗവാനാണ്, അതിൽ ഒരു സംശയവും വേണ്ട. പൂർണ്ണ പരമാത്മാവാണ് ഈ ദാസനെ അയച്ചത്. സന്ത് രാംപാൽജി മഹാരാജ്ജിയുടെ ശിഷ്യത്വം സ്വീകരിച്ചതിലൂടെ നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? സന്ത് രാംപാൽ മഹാരാജിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതിനാൽ മാനസികമായി എനിക്കുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല പരിഹാരം ഉണ്ടായി. പിന്നെ എൻ്റെ മകളുടെ ന്യൂമോണിയയും ഭേദമായി. ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഭർത്താവിന് ജോലിയില്ലായിരുന്നു. ആദ്യ ജോലി പാനിപ്പത്തിലായിരുന്നു. കോൺട്രാക്ടറായിരുന്നു. 2.5 വർഷം അങ്ങനെയായിരുന്നു. ഇപ്പോൾ കർണാലിൽ സ്ഥിരമായി. നമസ്കാരം. എന്റെ തൊണ്ടയിലെ ക്യാൻസർ പൂർണ്ണമായും ഭേദമായി. എന്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സന്ത് രാംപാൽജിയുടെ കരുണയാലാണ് അതും പൂർണ്ണമായും ഭേദമായത്. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിരുന്നു. സന്ത് രാംപാൽജി മഹാരാജ്ജിയുടെ കരുണയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിച്ചു. സദ്ഗുരു രാംപാൽ മഹാൽജിയുടെ കൃപയാൽ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ മുക്തനായി. മുൻപ് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ലഹരിയിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. മുൻപ് ഞാൻ നന്നായി മദ്യപിക്കുമായിരുന്നു. മദ്യം, കഞ്ചാവ്, ഭാങ്ക്, അങ്ങനെ എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. സന്ത് രാംപാൽജിയുടെ കൃപയാൽ ഞാനിന്ന് ലഹരികളെല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് ക്യാൻസർ രോഗം ഓപ്പറേഷനോ മരുന്നോ ഇല്ലാതെ തന്നെ സന്ത് രാംപാൽ മഹാരാജി നൽകിയ ചരണാമൃത പ്രസാദത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശീർവാദവും ധ്യാനവും ഒക്കെ കൊണ്ടും പരിപൂർണമായിട്ടും അത് ഭേദപ്പെട്ടു. എനിക്കുണ്ടായ അനുഭവം ഇതാണ്. എൻ്റെ അച്ഛന് ഡയബറ്റിസ് ഉണ്ടായിരുന്നു. 500-ന് മുകളിൽ പോയിരുന്നു ഡയബറ്റിസ്. പക്ഷെ ഇന്നിപ്പോ എൻ്റെ അച്ഛൻ്റെ ഡയബറ്റിസ് വളരെ നോർമലാണ്. സദ്ഗുരുദേവ് രാംപാൽ മഹാരാജിയുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചു. അന്നേ ദിവസം 5 വർഷമായി ഒരു റൊട്ടി പോലും കഴിക്കാൻ സാധിക്കാതിരുന്ന ഞാൻ ആ ദിവസം 4-5 റൊട്ടി കഴിച്ചു. എൻ്റെ നെഞ്ചരിച്ചിലിന് ശമനം ലഭിച്ചു. സന്ത് രാംപാൽ മഹാരാജിയുടെ ശിഷ്യത്വം സ്വീകരിച്ചതോടെ എൻ്റെ ക്യാൻസർ രോഗവും പൂർണ്ണമായും ഭേദമായി. കബീർജി അദ്ദേഹം പൂർണ്ണ പരമാത്മാവാണ്. സദ്ഗുരുദേവ് രാംപാൽജി മഹാരാജി അദ്ദേഹം കബീർജിയുടെ അവതാരമാണ്. ഭൂമിയിൽ അവതരിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ കരുണയിൽ ഇന്ന് എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലെത്തി. ടെസ്റ്റുകൾ ചെയ്തു. റിസൾട്ട് എല്ലാം ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ 3-ാം സ്റ്റേജിലെത്തിയിരുന്ന എൻ്റെ ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമുക്തയായി. സദ്ഗുരു രാംപാൽ മഹാരാജിയുടെ കൃപയാൽ പഴങ്ങളാവട്ടെ പൊടിപടലങ്ങളാവട്ടെ ഒരു തരത്തിലുള്ള അലർജിയും ഇന്നെനിക്കില്ല. ഐ ക്യാൻ ഈറ്റ് എവറിത്തിങ്. ഐ ക്യാൻ ഗോ എവരിവെയർ. ഞാൻ ശരിക്കും സന്തോഷവതിയാണ്. ഡോക്ടറുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സത്യത്തിൽ ഗുരുജിയുടെ അത്ഭുതമാണെന്ന്. ഈ കണ്ടീഷനിലുള്ള ക്യാൻസർ പേഷ്യന്റ് സാധാരണ രക്ഷപ്പെടാറില്ല. അതിഭീകരമായി അത് ശരീരത്തിൽ പടർന്നിരുന്നു. ശരീരത്തിൽ നിന്ന് ആ വൈറസ് ഓട്ടോമാറ്റിക്കലി അപ്രത്യക്ഷമാവുക എന്നത് പരമാത്മാവിന്റെ വലിയ അത്ഭുതമാണ്. സന്ത് രാംപാൽജി മഹാരാജ് എന്നെ രക്ഷിച്ചു. എന്നു മുതലാണ് ഞാൻ സന്ത് രാംപാൽജി മഹാരാജിന്റെ ശിഷ്യയായത്. അന്നു മുതൽ 1 രൂപ പോലും ചെലവായിട്ടില്ല. ഏകദേശം 4 വർഷത്തോളമായി ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. എനിക്ക് പനിയോ ചുമയോ ജലദോഷമോ പോലും വന്നിട്ടില്ല. ജഗത് ഗുരുവും തത്വദർശിയുമായ സന്ത് രാംപാൽജി മഹാരാജിന്റെ ഈ മഹത്തരമായ മിഷൻ വിജയിപ്പിക്കുന്നതിനായി കോടിക്കണക്കിന് പേർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഞങ്ങളുടെ ടീമും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മഹാപുരുഷന്മാർ ഈ ലോകത്തേക്ക് എല്ലായ്പ്പോഴും അവതാരമെടുക്കാറില്ല. അതിനാൽ നിങ്ങളും സന്ത് രാംപാൽജി മഹാരാജിയുടെ സത്സംഗ് ശ്രവിക്കുക. എത്രയും വേഗം തന്നെ അദ്ദേഹത്തോട് ചേർന്ന് ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതം ധന്യമാക്കൂ. നന്ദി.